ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മട്ടൻ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ബിരിയാണി പോലെയല്ല, ഒറ്റ പോട്ടിൽ തന്നെ നമുക്ക് മസാലയും റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കുക. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മട്ടൻ ഇതാ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ അളവ് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളതെല്ലാം ഈ മട്ടനിൽ നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇനി ഇത് നമ്മൾ വേവിക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കുക്കർ ഇവിടെ ചൂടാക്കുന്നുണ്ട്. ചൂടായ കുക്കറിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിൻ്റെ സ്പൈസസ് ഒന്നും ചേർക്കാത്ത കാര്യം. അതുകൊണ്ട് ഞാൻ ഒരു 5 കറാമ്പൂവും 2 പട്ടയും പിന്നെ ഒരല്പം ചെറിയ ജീരകം, വലിയ ജീരകം, അങ്ങനെ ഒരുവിധം എല്ലാ സ്പൈസസും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളി വലുതായി അരിഞ്ഞത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഈ മട്ടൻ ഇതിലിട്ട് വേവിക്കുമ്പോൾ അത് നല്ല രീതിയിൽ വെന്ത് കിട്ടിക്കോളും. അതുകൊണ്ടാണ് ഞാൻ മുളക് കീറാതെ ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് മിക്സ് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ചേർത്തിട്ടുള്ളത്. മട്ടൺ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മസാലകളൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആ മട്ടൺ മസാലയുടെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ള മട്ടൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മട്ടൻ്റെ മസാല പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു മട്ടൻ്റെ വിഭവത്തിൽ ഈ പൊടി എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ കാണിക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഇട്ടതിൽ നിന്ന് 2 മുളക് അതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. കാരണം ഇത് നല്ല എരിവുള്ള മുളകാണ്. നമ്മൾ പിന്നെ ഇതിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് അത്യാവശ്യം എരിവ് ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ മട്ടനൊക്കെ നല്ല രീതിയിൽ വെന്ത് വരുന്ന ടൈമിൽ അപ്പോഴേക്കും ഈ മുളകൊക്കെ അലിഞ്ഞിട്ട് എരിവ് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് അതെടുത്ത് മാറ്റണത്. ഇനി കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 4-5 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ മട്ടൻ്റെ വേവ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതൊരു 4-5 വിസിലായപ്പോൾ തന്നെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന മട്ടൻ അനുസരിച്ചിട്ട് ഇരിക്കും. ഇനി ഇതിലുള്ള എയറൊക്കെ ഒഴിവാക്കിയ ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ആ മട്ടനൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെയാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-2.5 ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം അതിൽ തന്നെ ഉണ്ട്. ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് മുന്തി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചോറ് വേവിക്കുന്ന ടൈമിൽ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതിന് മുന്നേ നമ്മൾ ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലൊരല്പം ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബസ്മതി റൈസ് 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഏകദേശം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അത് ഊറ്റിയിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരിയും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം കുക്കറൊന്ന് അടച്ച് വെച്ച് ഒറ്റ വിസിൽ കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈസാണ്. മട്ടൻ വേവുന്ന വരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം.